നമ്മളുടെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ അല്ലെങ്കിൽ വലിയ വലിയ ലക്ഷ്യം നേടാനുള്ള യാത്രക്കിടയിൽ ഇതൊന്നും നമുക്ക് നേടാൻ പറ്റിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ആ യാത്രയിൽ ചെറിയൊരു സ്ട്രെസ്സും ഡിപ്രഷനൊക്കെ ഉണ്ടാവും. നമ്മൾക്ക് എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത്, അല്ലെങ്കിൽ ഈ ജീവിതം തന്നെ മടുത്തു എന്നൊക്കെ ഒരു തോന്നലൊക്കെ വരും. അത് സ്വാഭാവികമാണ്. ഇതിനുള്ള കാരണം എന്ന് പറയുന്നത് ഈ വലിയ വലിയ കാര്യങ്ങൾക്കിടയിൽ നമ്മൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ വിട്ടുപോകുന്നത് കൊണ്ടാണ് സ്ട്രെസ്സും ഡിപ്രഷനൊക്കെ വരുന്നത്. ആ ചെറിയ ചെറിയ കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ലൈഫ് കുറച്ചുകൂടി കളർഫുൾ ആവും. സോ ഇൻസ്റ്റെഡ് ഓഫ് വെയിറ്റിംഗ് ഫോർ ദ ബിഗ് തിങ്സ് ടു ഹാപ്പൻ, സ്റ്റാർട്ട് എൻജോയിങ് ദ ബ്യൂട്ടി ഇൻ സ്മോൾ തിങ്സ്. ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടുപിടിക്കുന്നതിൽ ഒരു പേര് കൂടിയുണ്ട്. എനിക്കിത് കിട്ടിയത് ഒരു യൂട്യൂബ് ചാനലിൽ നിന്നാണ്, അൺജെയ്ഡഡ് ജെയ്ഡ് എന്ന് പറഞ്ഞിട്ട്. ആ ചാനലിൽ നിന്നാണ് എനിക്ക് പേര് കിട്ടിയത്. പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ കാഷ്വൽ മാജിക്. ഈ കാഷ്വൽ മാജിക് എന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പ്രാക്ടീസാണ്. അതായത് നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടുപിടിക്കുക, എന്നിട്ട് പ്രസൻറ്റിൽ ജീവിക്കുക. ആണ് ഈ കാഷ്വൽ മാജിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ, രാവിലെ ഒരു കപ്പ് ചായ കുടിക്കുന്നത്, അല്ലെങ്കിൽ കോഫി കുടിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരു സ്ട്രേഞ്ചറിനെ കാണുമ്പോൾ ഒന്ന് ചിരിച്ചു കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ സൺലൈറ്റ് നമ്മുടെ റൂമിലേക്ക് വരുന്നത്, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മളുടെ ശ്രദ്ധ കൊടുക്കുകയും അതിലൂടെ നമ്മൾ സന്തോഷം കണ്ടുപിടിക്കുകയും ചെയ്യുന്നതാണ് ഈ കാഷ്വൽ മാജിക് എന്ന് പറയുന്നത്. ചുരുക്കി പറയുകയാണെങ്കിൽ പ്രസൻറ്റിൽ ജീവിക്കുക, ഫ്യൂച്ചറിനെ കുറിച്ചോ അല്ലെങ്കിൽ പാസ്റ്റിനെ കുറിച്ചോ ഒന്നും കൂടുതലായിട്ട് ചിന്തിക്കാണ്ട് ലീവ് ഇൻ ദ മൊമെൻറ്റ്. എല്ലാ ഭാഗത്തും, അല്ലെങ്കിൽ ബുക്കിലാണെങ്കിലും ഇൻ്റർനെറ്റിലാണെങ്കിലും നോക്കുകയാണെങ്കിൽ ലീവ് ഇൻ ദ മൊമെൻറ്റ് എന്ന് പറയും. അത് പ്രസൻറ്റിൽ ജീവിക്കുക എന്ന് പറയും. അതിനൊരു പേരിട്ടതാണ് കാഷ്വൽ മാജിക് എന്ന്. സോ ചിലർ പറയുന്നത് നമുക്കിത് പ്രാക്ടീസിലൂടെ കൊണ്ടുവരാൻ പറ്റുന്നതാണ്. ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ നമ്മൾ ബോധപൂർവം ഈ ചെറിയ കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതിനൊരു നന്ദി പോലെ നമ്മൾ പ്രകടിപ്പിക്കുക. ഇപ്പം എന്ത് കാര്യമാണെങ്കിലും ഒരു ചെറിയ കാര്യം സംഭവിച്ചാൽ പോലും നമ്മൾ അതിലൊരു പോസിറ്റീവ് സംഭവം കണ്ടുപിടിക്കുക. തുടക്കകാലത്ത് കുറച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് പിന്നെ നമ്മുടെ ഒരു ഹാബിറ്റിൻ്റെ ഭാഗമാകും. പ്രാക്ടീസ് ആയതുകൊണ്ട് നമ്മൾക്ക് സന്തോഷം തരുന്ന കാര്യം ആയതുകൊണ്ടും വലിയ ചിലവില്ലാത്തത് കൊണ്ടും എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. പോസിറ്റീവായിരിക്കുക എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ നമ്മൾ പോസിറ്റീവായിരിക്കണം എന്നല്ല ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളുടെ സങ്കടങ്ങൾക്കിടയിൽ വേറെ ആരും സഹായമില്ലാണ്ട് നമ്മൾക്ക് തന്നെ നമ്മളെ സ്വയം വഴിതിരിച്ചു വിടാൻ പറ്റിക്കഴിഞ്ഞാൽ അതൊരു നല്ല കാര്യമാണല്ലോ. നിങ്ങൾ എൻ്റെ ഈ വീഡിയോ കണ്ടതുകൊണ്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മോട്ടിവേഷണൽ വീഡിയോ കണ്ടുകൊണ്ടോ ഇതൊന്നും ചിലപ്പോൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഇപ്പോൾ ഫോളോ ചെയ്യണമെന്നുമില്ല. ഒറ്റ ദിവസം കൊണ്ട് ഇതെല്ലാം മാറി എന്നൊന്നും ഞാൻ പറയല്ല. നിങ്ങൾക്ക് ഒരു ഉള്ളിൽ തോട്ട് ഉണ്ട്, ഇങ്ങനെ മാറണം, ചേഞ്ച് ആവണം, ഈ സ്ട്രെസ്ഫുൾ ലൈഫിൽ നിന്നൊക്കെ ഒരു റിലീഫ് വേണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ നമ്മൾ ബോധപൂർവ്വം കുറേ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇതിന് ചിലപ്പോൾ ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയേക്കാം, ഒരു സ്റ്റാർട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ആർക്കും വലിയ ദോഷമില്ലാത്ത കാര്യം ആയതുകൊണ്ട് ട്രൈ ചെയ്യുന്നത് കൊണ്ടും വലിയ തെറ്റില്ല. പോരാത്തതിന് ഇതിന് വലിയ പൈസ ചിലവുമില്ല. നിങ്ങൾക്ക് തുടങ്ങാനാണെങ്കിൽ നാളെ തൊട്ട് ഒരു സ്ട്രേഞ്ചറിനെ കാണുമ്പോൾ ഒന്ന് പുഞ്ചിരിച്ച് നോക്കുക. അവർക്കും ഒരു പോസിറ്റീവ് എനർജി കിട്ടും, നമുക്കും ഒരു പോസിറ്റീവ് എനർജി കിട്ടും. ചുമ്മാ ഒന്ന് ട്രൈ ചെയ്യുക. ഞാൻ എന്തായാലും ഈ ശീലങ്ങളൊക്കെ തുടങ്ങിയിട്ട് കുറച്ചായിട്ടുണ്ട്. എനിക്കിപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ കുറച്ചൊക്കെ ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. ആരെങ്കിലും ഒരാളെങ്കിലും വീഡിയോ കണ്ടിട്ട് ഇത് അവൻ്റെ ലൈഫിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ ഒരു നല്ലൊരു കാര്യമല്ലേ. അതിനുവേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങളുടെ ആ വലിയ വലിയ ലക്ഷ്യങ്ങൾക്കിടയിൽ ഈ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ ശ്രദ്ധിക്കാൻ പറ്റട്ടെ. സോ ദാറ്റ് ദ സ്മോൾ തിങ്സ് ക്യാൻ ക്രിയേറ്റ് മാജിക് ഇൻ യു. Thank you for watching and see you in the next video. Bye bye.